കൃത്യം 8 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നിന്നും കോപ്പയിലെ കലാശക്കളിയും കഴിഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ ലയണൽ മെസ്സി എന്ന റൊസാരിയക്കാരൻ ഇതുപോലൊരു ദിവസം സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല. എല്ലാം നഷ്ടപ്പെട്ടവനായി തോറ്റവന്റെ പാപഭാരവും പേർ തിരിച്ചു നടക്കുന്നിടയിൽ ലോകത്തോടൊരു പ്രഖ്യാപനം കൂടി മെസ്സി അന്ന് നടത്തിയിരുന്നു. രാജ്യത്തിന് അതിനൊന്നും ചെയ്യാനില്ല, തന്നെ പരിഗണിക്കേണ്ടതില്ല. അതുവരെ തലയുയർത്തുന്ന ലാറ്റിൻ അമേരിക്കയുടെ രാജകുമാരൻ അന്ന് തലതാഴ്ത്തിക്കൊണ്ട് മടങ്ങുകയാണ്. രാജ്യത്തിന് അതിനൊന്നും മെസ്സിക്ക് നേടാൻ കഴിയില്ലെന്ന വിമർശനം, നിലയ്ക്കാത്ത പരിഹാസം, കരിയറിലെ വ്യക്തിഗത നേട്ടങ്ങളുടെയും ക്ലബ്ബ് ട്രോഫികളുടെയും തിളക്കത്തിൽ ഏറ്റവും മികച്ചെന്ന് വാഴ്ത്തിപ്പാടുമ്പോൾ രാജ്യത്തിന് അവർക്ക് ഇടം പോലുമില്ലെന്ന യാഥാർത്ഥ്യമായിരുന്നു അയാളുടെ മനസ്സിൽ. എന്നാൽ 2024 കോപ്പയിൽ വീണ്ടും കളിക്കാനെത്തുമ്പോഴേക്കും കഥ ഒരുപാട് മാറിക്കഴിഞ്ഞു. ഒരു ഫുട്ബോൾ താരത്തിന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്രയും ഉയരങ്ങളിലേക്ക് കഴിഞ്ഞ 3-4 വർഷങ്ങൾ കൊണ്ട് തന്നെ അയാൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ലോകകപ്പും കോപ്പയും നേടിക്കൊണ്ട് അയാളുടെ കരിയറിന് പൂർണ്ണത വന്നിരിക്കുന്നു. ഒരിക്കൽ കൂടി കിരീടത്തിൽ മുത്തം ചാർത്തി കോപ്പയോട് വിട പറയുക, അർജന്റീന ലാറ്റിൻ അമേരിക്കൻ രാജാക്കന്മാരാക്കി മടങ്ങുക, ഡിമാരിക്ക് കിരീടത്തോടെയുള്ള യാത്രയയപ്പ് നൽകുക. അതിനായി കലാശപ്പോരിനിറങ്ങിയ മെസ്സിക്ക് പക്ഷേ പാതി വഴിയിൽ പിൻവാങ്ങേണ്ടി വന്നു. എന്നാൽ കാലം കാത്തുവെച്ചത് കിരീടത്തിളക്കത്തോടെയുള്ള മടക്കം തന്നെയാണ്. മെസ്സി പകർന്നു നൽകിയ ആത്മവിശ്വാസം സഹതാരങ്ങൾക്ക് ഊർജ്ജമായി മാറിയപ്പോൾ ലൗട്ടർ രക്ഷകനായി അവതരിച്ചുകൊണ്ട് കൊളംബിയ കീഴടക്കിയ അർജന്റീന ഒരിക്കൽ കൂടി കോപ്പയിൽ മുത്തമിട്ടു. വിമർശകർക്ക് വിമർശിക്കാനുള്ള കാരണങ്ങൾ റഫറിയിലും പെനാൽറ്റിയിലും പാഴ്ചാർത്താൻ ഇത്തവണ സാധിക്കുകയില്ല. രാജ്യത്തിനായി ഒന്നും ചെയ്യാനില്ലെന്ന് വിധി എഴുതിയവന്റെ 4ാം അന്താരാഷ്ട്ര കിരീടമാണ്. ഇനി അയാൾക്ക് മടങ്ങാം പൂർണ്ണതയുടെ പൊൻതിളക്കത്തോടുകൂടി.